ഇന്നിപ്പോ ഇതൊന്നും ഇല്ല. ഇതിനെയൊക്കെ വിമർശിക്കുന്നത് അങ്ങോട്ട് എണ്ണത്തിൽ കൂടി. എല്ലാ നിലയ്ക്കും പരിശുദ്ധ ഇസ്ലാം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായത്. ബിദ്അത്തുകാരുടെ ശല്യം ആർക്കാ നേരിടുന്നത്? ഇസ്ലാമിനാ നേരിടുന്നത്. ഫാസിസ്റ്റുകളുടെ ശല്യം ആർക്കാണ്? ഇസ്ലാമിനാണ്. സയനിസ്റ്റുകളുടെ ശല്യം ആർക്കാണ്? ഇസ്ലാമിനാണ്. എല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ നേർക്ക് തന്നെയാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് പരിശുദ്ധ ഇസ്ലാമാണ്. ഇതിവിടെ നിലനിന്നാൽ ഈ ലോകത്തുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അക്രമങ്ങളും നിലനിൽക്കില്ല. കണ്ടില്ല, ഇന്ന് ലോകത്ത് സാമ്പത്തിക സ്രോതസ് നിലനിർത്തുന്ന പ്രസ്ഥാനങ്ങളോടെല്ലാം ഇസ്ലാം കടുത്ത എതിരാണ്. പലിശ. ഇന്ന് ലോകത്ത് സാമ്പത്തിക വളർച്ച ഏതിൽ കൂടിയാ? പലിശയിൽ കൂടിയാണ്. നേർക്ക് നേരെ വിമർശനം വന്നിരിക്കുക. തുടരുത് പലിശ. ശബുൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പൊറുക്കാത്ത തെറ്റിന് വിത്തങ്ങൾ എണ്ണി പറഞ്ഞു റിബ, പലിശ അതിൽപ്പെട്ടതാണ്. അപ്പൊ പലിശക്കാർ ഇസ്ലാമിനെ അനുകൂലിക്കുവോ? രണ്ടാമത്തത് ലാ തശ്റബൽ ഖംറ ഇന്നഹു റഅസകുല്ലി ഫാഹിശത്തിൻ, നിങ്ങൾ ലഹരി തുടരുത്, അത് നിങ്ങളെ എല്ലാ തിന്മയിലേക്കും എത്തിച്ചു കളയുമെന്ന് നബി മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. ലഹരി തൊട്ടാ മൊത്തം പോയി. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ലോകത്ത് സാമ്പത്തിക വളർച്ച ഏതിലാ? ലഹരിയിലാണ്. പഴയ കഞ്ചാവും ചാരായും ഒന്നും അല്ലടാ. ഇയാൾക്ക് പോയി, ആ കാലമൊക്കെ പോയി. ഈ മിനിഞ്ഞാന്നൊരു ചെറുക്കൻ എന്നോട് പറയാണ്, ബാവുസ്താദേ ഇപ്പോഴത്തെ ലഹരി എങ്ങനെയാണെന്നറിയോ? മില്ലിക്കാണ് ലക്ഷങ്ങൾ വില. ആ ചുമ്മാ പാന്റിന്റെ പോക്കറ്റിട്ടുകൊണ്ട് നടക്കണേന് കോടികൾ വിലയുണ്ട്. പിടിക്കണ പിള്ളേര് പിടിക്കപ്പെടുന്നത് എല്ലാം കാക്കാമാരാണ്. ഇന്ന് ആലുവയില് മാർത്താണ്ഡവ പാലത്ത് നിന്ന് പെരിയാറിലേക്ക് കൊടുത്ത ഒരുത്തൻ ചാടി. അവൻ അവിടെ കണ്ടു നിന്നിട്ട് ഒരു ഹിന്ദു പെണ്ണിനെ പ്രേമിച്ചു. അപ്പൊ വീട്ടിലുള്ളവർ പറയൂ, നീ അതിനെ കെട്ടാൻ നിൽക്കണ്ട, കാരണം ഇവിടെ കിടക്കപ്പുറം തരൂല. ഇവിടെ മതിപരിവർത്തനം നടത്തി, തീവ്രവാദം നടത്തി എന്നും പറഞ്ഞ് വാപ്പായുമായും ജയിലിൽ പോയി. നീ അവളെ കെട്ടണ്ടാടാ, നീ ഏതെങ്കിലും ഒരു താത്താപ്പെണ്ണിനെ കെട്ടെന്ന് പറഞ്ഞപ്പോ അവനെന്ത് ചെയ്തു? നേരെ മാർത്താണ്ഡവ പാലത്തിന്റെ മുകളിൽ കയറിയിട്ട് താഴത്തേക്ക് വെള്ളം കുടിച്ച് എത്തു. ചുമ്മാ രാവിലെ വലിയ ഇടയ്ക്കാറാ വെള്ളം കുടിച്ച്. എന്താ ഇതിന്റെയൊക്കെ കാരണം എന്താ? സ്വന്തം മാതാവിന്റെ മുഖത്ത് നോക്കി മകൻ ചോദിക്കുന്ന വർത്തമാനം ഈ മൈക്കിലൂടെ പറയാൻ പറ്റൂല. ഒരു വലിയ ഇടങ്ങേറുണ്ട് വർത്താനം പറയുമ്പോ. കാരണം ഇതെല്ലാം എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാ. നിങ്ങൾ മാത്രം കേൾക്കണമെങ്കിലും പിന്നെ സമാധാനമുണ്ട്. സ്വന്തം മാതാവിന്റെ മുഖത്ത് നോക്കി മകൻ ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് വീടിന്റെ ഉള്ളിൽ മാതാവിന് നിർഭയമായി കിടക്കാൻ പറ്റാത്തതിന്റെ പേരിൽ പുറത്തേക്കിറങ്ങിയിട്ട് ഭർത്താവാകുന്ന ഇവന്റെ വാപ്പാക്ക് ഫോൺ ചെയ്തു, എനിക്ക് ഈ വീടിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കിടക്കാൻ സാധിക്കില്ല, എന്റെ മകനെ ഭയന്നിട്ടല്ലാതെ എനിക്ക് ഇവിടെ കിടക്കാൻ കഴിയുന്നില്ല. എന്താണോ സംഭവിച്ചത്? ഇന്നഹു റഅസകുല്ലി ഫാഹിശത്തിൻ. ലഹരി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉമ്മാനെ മറന്നു. ഇതൊരു സ്ത്രീയാണ്, ഇതൊരു പെണ്ണാണ്. പെങ്ങളെയോ ഭാര്യനെയോ ഉമ്മാനെയോ ഒക്കെ കാണേണ്ട കണ്ണുകൊണ്ട് കാണാൻ ലഹരി ബാധിച്ചവർക്ക് പറ്റണില്ല. ഇപ്പൊ പിള്ളേരെന്നോട് പറയാ, മില്ലിക്കാ ഉസ്താദേ ലക്ഷങ്ങൾ വില. എന്നിട്ടോ ഇത് ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് തൂത്താ മതിയെന്ന്. ശരീരത്തിൽ തൂത്താൽ 2 ദിവസത്തേക്ക് ഈ ആശാൻ സ്വർഗത്തിലേക്ക് തന്നെ പോകും. എന്താ പോവൂലേ? കാശ് മുടക്കി മേടിക്കൂലേ? ചിലത് മണത്താ മതി എന്ന് പറയണേ. ഈ നാക്കേലൊട്ടിക്കലൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി പോയി. എന്നിട്ട് ഇപ്പൊ ചാരായം പറഞ്ഞുകൊണ്ടിരിക്കണ കാക്കാമാര്, എന്റെ ഉള്ള ചാരായ ഷാപ്പിൽ കയറുന്നില്ല. അണ്ടറിന്റെ പോക്കറ്റിൽ നോക്കിയ സാധനം കിടപ്പുണ്ടോ? ലക്ഷങ്ങൾ വിലയുള്ളത്. ഇത് ചുമ്മാ മണത്താ മതി, തൂത്താ മതി. ആരാടോ ഈ ലോകത്ത് ഇതിനെ എതിർക്കണേ? പറ. ഇവിടെ നാർക്കോട്ടിക് ജിഹാദും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നല്ലോ. അതേ പിന്നെ കണ്ടൊരു ചങ്ങാതി. ഞാൻ ചോദിക്കട്ടെ, ഇത് ആരാ ഇതിനെ എതിർക്കണേ? ഈ ലോകത്ത് ലഹരിനെ എതിർക്കുന്നത് ഈ മുസ്ലിം സമുദായമല്ലേ, ഇസ്ലാം മാത്രമല്ലേ. അപ്പൊ ഇസ്ലാമൂടെ പാടുണ്ടോ? ഇപ്പൊ പുതിയ നിയമം വന്നിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്നും വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടാൻ മഹല്ലിന്റെ കടലാസ് വേണ്ട, ചർച്ചിന്റെ കടലാസ് വേണ്ട, ക്ഷേത്രത്തിന്റെ കടലാസ് വേണ്ട. റോട്ടിക്കോണെ പോണ ഒരുത്തിനെ വിളിച്ചുകൊണ്ടിട്ട് ഞാൻ പഞ്ചായത്തിലേക്ക് എന്നാൽ എനിക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടും. അഴച്ചോ, മൊത്തം അഴഞ്ഞോ? എന്ന് പരിശുദ്ധ നബി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ, വ്യഭിചാരം വ്യാപകമാകുന്ന കാലഘട്ടം ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചെങ്കിൽ, അതല്ലേ നമ്മൾ പച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്?
മറ്റേ മഹല്ലുകൾക്ക് പിടുത്തോണ്ടായി. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ ആൺകുട്ടിയുടെ മഹലിന് NOC കിട്ടണം ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇവൻ മര്യാദക്കാരനാണെന്ന് ജമാഅത്ത് കമ്മിറ്റി എഴുതി കൊടുക്കണം. പെണ്ണിന്റെ വീട്ടിൽ നിന്നും ചെറുക്കന്റെ വീട്ടിലേക്ക് NOC കിട്ടണം. ഇവള് തെങ്ങേക്കാരനോളല്ല മര്യാദക്കാരിയാണെന്ന് ജമാഅത്ത് കമ്മിറ്റി എഴുതി കൊടുക്കണം. ഒരു NOCയും വേണ്ട, കുന്നോസിയും വേണ്ട. റോട്ടിക്കോടെ പോണേനെ പിടിച്ചോണ്ട് ചെന്ന് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ ചെന്നാൽ സർട്ടിഫിക്കറ്റ് വെക്കും. ഞാൻ ആരെയും വിമർശിക്കാൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇപ്പൊ രാജ്യദ്രോഹമാണ്. കാര്യം പറഞ്ഞാലും രാജ്യദ്രോഹമാണ്. വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട്, വിഷമമായിട്ടുണ്ട്. ഇത് കാര്യങ്ങൾ ഇതിങ്ങനെ പറഞ്ഞതിനാ ഈ ഒരവസ്ഥയിൽ ഇതിനാണ് ഞാനീ പറയുന്നത്. അല്ലാണ്ട് ഞാൻ ഇവിടുത്തെ ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ കോടതിയെയോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിനൊന്നും അല്ല ഞാൻ എതിർക്കുന്നത്. ഇതെല്ലാം ഇവിടെ വരുമെന്ന് ഫുഷുഫുസിന എന്ന് പറഞ്ഞാൽ എന്താ, വ്യഭിചാരം വ്യാപകമാകുന്ന കാലം എന്ന് പറഞ്ഞാൽ വഴിയിൽ കിടന്ന് വ്യഭിചരിക്കുന്നത് കാണുമ്പോ നിങ്ങളിങ്ങനെ നടന്നു പോണി എന്റെ പൊന്നോക്കളെ കിടക്കാറുന്നല്ലോ, ഇങ്ങനെ പറയുന്നവൻ ഈമാനുള്ളവനായിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ ഞാനേ ഒരു 10-25 കൊല്ലം മുമ്പ് ഗൾഫിൽ പോയ എന്റെ ഒരു സ്നേഹിതൻ അവിടെ ചെന്നപ്പോ ഈ ആശാനൊക്കെ കേറിപ്പോൻ പറ്റില്ല. അങ്ങനെ അവിടെ കുറെ താമസം വന്നു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ ചുവന്ന തെരുവ് കാണിച്ചു തരാന്ന് പറഞ്ഞു. ഇയാളെ കൊണ്ടുപോയി. എന്നിട്ട് വാമസിലാരോട് വന്നിട്ട് പറഞ്ഞ സംഭവം ഇത് ഞാൻ ബോംബെയിലും പോയിട്ടില്ല, കണ്ടിട്ടുമില്ല. ചുവന്ന തെരുവ് കാണിച്ചു തരാം. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡിലും ചുണ്ടൊക്കെ ചുമപ്പിച്ച് വേണ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ പുരുഷന്മാരെ ആകർഷിക്കാവുന്ന നിലയിൽ തുറന്നു വെച്ച് രണ്ട് വിരലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ₹2 ഒറ്റ പ്രാവശ്യത്തേക്ക് 2 രൂപ. നമ്മുടെ കൂട്ടുകാരൻ പറയാം അന്തം വിട്ടു അവസ്ഥ, അന്തം വിട്ടു. ഇന്ന് നമ്മുടെ കേരളത്തിലെ പട്ടണങ്ങളിൽ സൂര്യൻ അസ്തമിച്ചാലൊന്ന് നോക്ക്. എല്ലാ സ്ഥലത്തും ഈ പറയുന്നത്. ഞങ്ങളുടെ ആലുവായിൽ വന്ന് നോക്ക്. വൈകുന്നേരം ഒരു 7 മണി 7:30 മണി ആയാൽ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തെല്ലാം കാണാം. നമ്മൾ ചുമ്മാ വണ്ടിയിൽ പോകുമ്പോ കാണാം. ചുണ്ടെല്ലാം ചുമപ്പിച്ച് വേണ്ടപ്പെട്ട ഭാഗങ്ങളെല്ലാം പുറത്താക്കിക്കൊണ്ട് സ്ത്രീ വിഭാഗത്തിൽപ്പെട്ടവർ കൈകാട്ടി വിളിക്കുന്ന അവസ്ഥ എത്തിയില്ലേ? ഫുഷുഫുസിന. ഞാനിരുന്നതിനെ വിമർശിക്കല്ല പൊന്നാറ ചങ്ങാതിമാരെ, ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, നടന്നോട്ടെ. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മുന്നറിയിപ്പ് എന്റെ മുസ്ലിയാരെ ഇങ്ങനെയൊക്കെ മുന്നറിയിപ്പിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെങ്കിൽ പിന്നെ മുസ്ലിയാരി മാതിരി ഒച്ചപ്പാടുണ്ടാക്കണ എന്തിനാന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും. നിങ്ങൾ മുസ്ലിയാരി ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കണ എന്തിനാന്ന് ചോദിക്കും. ഇവിടെയാണ് വിഷയം. ഇതിലെ ഇങ്ങനെ പോയാൽ അവിടെ വഴി അപകടമാണെന്ന് വഴി അറിയുന്ന ഒരാൾ നമുക്ക് പഠിപ്പിച്ചു തന്നാൽ ആ അപകടത്തിലേക്ക് നമ്മൾ മനഃപൂർവ്വം പോയി ചാടുവോ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സുരക്ഷിതമായ വഴിയിലൂടെ പോകും. ഇതാണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ടത്. പന്നാർ നബിത്തങ്ങൾ ഇവിടെ വരാനിരിക്കുന്ന വിപത്തിനെ നമുക്ക് ചൂണ്ടിക്കാണിച്ചെന്നെങ്കിൽ ഈ വിപത്തുകൾ മനസ്സിലാക്കി ഈമാൻ തെറ്റിപ്പോകാതെ നിങ്ങൾ മുത്തഖിയായിട്ട് മരിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊള്ളണം കേട്ടോ. അല്ലാണ്ട് നബിത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് നമ്മൾ പോയി ചാടണമെന്നല്ല ഈ പറയുന്നത്. ഇതാണ് ഞാനും എന്റെ വിഷയം. ഞാൻ പറയുന്ന പോയിന്റുകളൊക്കെ എങ്ങനെയാണ്? ഇവിടെ എന്തെല്ലാം സംഭവിച്ചാലും നമ്മളതിനെ രാഷ്ട്രീയപരമായിട്ട് എതിർക്കാനോ ഭരണകൂടത്തിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ കോടതിയെ വിമർശിക്കാനോ ഇതിനൊന്നും നമ്മ നിൽക്കേണ്ട. അതിന്റെ പണിയല്ല നമ്മുടേത്. പിന്നെ ഇതെല്ലാം ഇവിടെ വരുമെന്ന് മുത്തുനബി തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിൽ ഈ അപകടത്തിലൊന്നും പോയി ചാടാതെ അല്ലാഹുവിന്റെ തഖ്വാന്റെ വഴിയിലൂടെ സൂക്ഷിച്ചു പോകാൻ നമ്മൾ പരിശ്രമിക്കണം. ഇതാണ് നമുക്കുള്ള പാഠം. ഇപ്പൊ വ്യാപകമായോ പറ. ഈ രീതിയിൽ വ്യഭിചാരത്തിനെ ലാ തഖറബുസ് സിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കല്ലേ എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്ക് പ്രേരണ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നേ പറയണം. എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീയും പുരുഷനും ഒരു സ്ഥലത്താകുന്ന സാഹചര്യം ഉണ്ടാകരുത്. സ്ത്രീ പുരുഷനെ, പുരുഷൻ സ്ത്രീയെ കണ്ട് ആസ്വദിക്കാൻ സാഹചര്യം ഉണ്ടാകരുത്. ഇതൊക്കെ നിങ്ങളെ വ്യഭിചാരത്തിലേക്ക് നയിക്കുക. അതാണ് തഖറബുസ് സിന, വ്യഭിചാരത്തിന്റെ അടയാളത്തിലേക്ക്. കുല്ലു ബനി ആദമ കുതിബ അലാ ബനി ആദമ നസീബുഹു മിനസ് സിന. മനുഷ്യരുടെ ഭാഗത്തുനിന്ന് വ്യഭിചാരം സംഭവിക്കുന്നു. തങ്ങൾ അതാണ് വിശദീകരിച്ചത്. കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടാസ്വദിക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരമാണ്. കാതുകൊണ്ട് കേട്ടാസ്വദിക്കുന്നത് കാതിന്റെ വ്യഭിചാരമാണ്. നാക്കുകൊണ്ട് പറഞ്ഞാസ്വദിക്കുന്നത് നാവിന്റെ വ്യഭിചാരമാണ്. കൈകൊണ്ട് പിടിച്ചാസ്വദിക്കുന്നത് കൈയിന്റെ വ്യഭിചാരമാണ്. കാലുകൊണ്ട് നടന്നു പോകുന്നത് കാലിന്റെ വ്യഭിചാരമാണ്. ഇത് യഥാർത്ഥ്യമാക്കുന്നത് രഹസ്യഭാഗങ്ങളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ഖുർആൻ ഒറ്റ വാക്കിൽ അത് ഒതുക്കി. തഖറബുസിന വലാ തഖറബുസിന, വ്യഭിചാരത്തിലേക്ക് അടുക്കൽ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വ്യഭിചാരത്തിന് ഇവിടെ വാതിൽ തുറന്നിടുന്ന വിഭാഗങ്ങള് ഇസ്ലാമിനെ എതിർക്കൂലേ? നിങ്ങൾ പറ. ഇതുപോലെ ഈ ലോകത്തെ ധിക്കാരങ്ങളും അക്രമങ്ങളും അധർമ്മങ്ങളും നിലനിൽക്കാൻ ആവശ്യമാകുന്ന സംവിധാനങ്ങളെ പൊളിക്കുന്ന ഏക പ്രസ്ഥാനമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാം എതിർക്കപ്പെടുന്നത്.
അല്ലാതെ ഇവിടെ ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന പോലെ നിങ്ങളെ എല്ലാവരും എതിർക്കണേ എന്തുകൊണ്ടാ? നിങ്ങൾ ചൊവ്വില്ലാത്തതായതുകൊണ്ട്. ഞാൻ കേട്ടതാ ഒരു വിവരദോഷി വിളിച്ചു പറയണത്, ഇസ്ലാമിനെ എന്തുകൊണ്ടാണ് എല്ലാവരും എതിർക്കുന്നത്? ഇസ്ലാം അത്ര മോശമായതുകൊണ്ടിട്ടാണ്. അവന്റെ വിലയിരുത്തൽ അങ്ങനെ അല്ല. നിന്റെ ഒക്കെ തെമ്മാടിത്തരങ്ങളും ധിക്കാരങ്ങളും അക്രമങ്ങളും വളരെ കർക്കശമായ നിലയിൽ ഇസ്ലാം എതിർക്കുന്നു. അതിലേക്ക് സമുദായത്തിനെ പോകല്ലേ എന്ന് വിലക്കുന്നു. അപ്പോ നിന്റെ വരുമാനം കുറയും, നിന്റെ വോട്ട് കുറയും. അതാണ് വിഷയം. അപ്പൊ സഹോദരന്മാരെ ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ ഇത്തിരി കൂടെ മാറിപ്പോന്നു. എന്താ പറഞ്ഞു വന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ സ്മരിക്കേണ്ടതായ ഈ അനുസ്മരണങ്ങൾ നമ്മുടെ മുൻഗാമികൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും സമുദായം തെന്നിപ്പോയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള നിങ്ങളുടെ ആയുധം ദുആയാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ആ ദുആ എങ്ങനെ ദുആ ചെയ്യണമെന്ന് ഖുർആൻ വ്യക്തമാക്കി തരുന്നു. ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉ ബിഹാ. അള്ളാഹുവിന്റെ ഇസ്മ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ദുആർക്കണം. അള്ളാഹു തആല ആവശ്യപ്പെടുന്നതായത് മുമ്പൊക്കെ വല്ല പകർച്ചവ്യാധി വന്നാൽ, വല്ല പ്രതിസന്ധികൾ വന്നാൽ, ദുരന്തങ്ങളെ കൊണ്ട് സമൂഹം ഭയപ്പെടുന്ന അവസ്ഥ വന്നാൽ എല്ലാവരും നാട്ടിലുള്ളവരൊക്കെ അങ്ങ് ഒരുമിച്ച് കൂടും. എന്നിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് പറയും, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഴി, അന്തൽ ഹാദി അന്തൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാഹു യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ യാ അസീസു യാ ഗഫാർ യാ ജലീലു യാ ജബ്ബാർ. ഇങ്ങനെ അസ്മാഉൽ ഹുസ്ന. മുഹിയദ്ദീൻ റാത്തീബിലുള്ളത് മൊത്തം അസ്മാഉൽ ഹുസ്നയാ. റിഫായിൻ റാത്തീബിലുള്ളത് മൊത്തം അസ്മാഉൽ ഹുസ്ന. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന ഏകൽ കേട്ടാരേയിരുന്നോവർ. 25 കൊല്ലം ഡെയിലി 111 പ്രാവശ്യം അള്ളാന്റെ ഓരോ ഇസ്മുകളും ചൊല്ലിക്കൊണ്ട് ഈ ലോകത്ത് ചുറ്റി സഞ്ചരിച്ചവനാണ് ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. 25 കൊല്ലം അസ്മാഉൽ ഹുസ്ന ചൊല്ലിയതാകെ ഡെയിലി 111. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ് ഒക്കെ 111 പ്രാവശ്യം വീതം. ഇത് നേർക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും ആഹ്വാനം ചെയ്തതാ. നിങ്ങൾ അള്ളാഹിനോട് ദുആർക്കുമ്പോൾ അള്ളാഹിന്റെ പേര് പറഞ്ഞുകൊണ്ട് ദുആർക്കുക. ലില്ലാഹി ഇന്ന ലില്ലാഹി തിസ്അത്തും വതിസ്ഊന ഇസ്മാ ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന. അള്ളാഹുവിന്റെ ഇസ്മുകൾ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. പടച്ചതമ്പുരാന്റെ പരിശുദ്ധമായ ഇസ്മുകളെ കൊണ്ടിട്ട് ആ ഇസ്മുകളെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ അജാബ വഇദാ സഅല ബിഹി ഉഅതിയ. നിങ്ങൾ ചോദിക്കുന്ന അല്ലാഹു തആല നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്യും. ഇസ്മുകൾ ചൊല്ലി ദുആ ചെയ്താൽ ഇതാണ് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, ഇതാണ് യാ ഹന്നാനു യാ മന്നാൻ, യാ ദയ്യാനു യാ സുബ്ഹാൻ. ഇത് തന്നെയാണ് റിഫായി ഷൈഖ് ചൊല്ലിയത്. പക്ഷെ റിഫായി ഷൈഖ് ചൊല്ലിയപ്പോൾ അതിനകത്ത് ചില വ്യത്യാസങ്ങൾ വന്നു. സാധാരണക്കാർക്ക് മനസ്സിലാവുള്ള മൂപ്പര് ചൊല്ലണത് എന്താണെന്നറിയോ? യാഹു യാഹു 111 പ്രാവശ്യം. മുമ്പൊക്കെ മുൻഗാമികളൊക്കെ ഇത് ചെല്ലിട്ട് ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പടച്ചവനെ, ഞങ്ങളുടെ കാര്യം നിന്നിലേക്ക് സമർപ്പിക്കുന്നു അല്ലാഹ്. ഞങ്ങൾ ഈ അസ്മാഉൽ ഹുസ്ന ഓതിക്കൊണ്ടിട്ട് അല്ലാഹുവേ നിന്നിലേക്ക് ഞങ്ങളുടെ കാര്യം ഏൽപ്പിക്കുന്നു അല്ലാഹ്. നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ തമ്പുരാനെ. ഇങ്ങനെയായിരുന്നു മുമ്പുള്ള ദുആ. ഇതെല്ലാം കൂടി ചൊല്ലിട്ട് ഇതങ്ങോട്ട് ചൊല്ലും. ഇന്നിപ്പോ കാര്യങ്ങൾ മാറിപ്പോയി. ഇന്ന് അവസ്ഥകൾ മാറി. എല്ലാവരും ഒക്കെ വട്ടം കൂടി ഇരിക്കുകയൊക്കെ ചെയ്യും. പോത്തിനെ ഇറക്കും, ആടിനെ ഇറക്കും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതെല്ലാവരും കൂടെ വട്ടം കൂടിയൊക്കെ ഇരുന്നിട്ട് ചെല്ലുമ്പോ യാ അസീസ് യാ ഗഫാർ യാ ജലീൽ യാ ജബ്ബാർ 11 ആവുമ്പോ ചെല്ലാൻ നേതൃത്വം കൊടുക്കണം. അന്തൽ ഹാദി അന്തൽ ഹഖ്. അവസാനം അല്ലാഹു അല്ലാഹു അല്ലാഹ്. അപ്പൊ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. വീട്ടുകാരൻ പാവപ്പെട്ട കാക്കയ്ക്ക് ഉസ്താദെ, ഓ മൗലൂദ് കിതാബിനകത്ത് 111 എഴുതിയേക്കണം ഉസ്താദെ. അത് അച്ചടി പെശക 11 പറ്റിച്ച. എന്നിട്ട് കൈവെക്കുക, പടച്ചവനെ ഇവിടുത്തെ രോഗിയുടെ രോഗം ശിഫിയാക്കണേ അല്ലാ. എവിടെ ശിഫിയാവുന്ന വരണേ? റിഫായി ഷൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മൗലൂദ് ചെയ്യും. റിഫായി മൗലൂദ് അല്ലെങ്കിൽ റിഫായി റാത്തീബി ചെയ്യും. എന്തിനാ? വീട്ടില് ഭയങ്കരമായ പാമ്പിന്റെ ശല്യം. ഉടനെ വീട്ടുകാരെ നേർച്ചയാക്കി, അൽഹംദുലില്ലാഹ് ഈ കോഴിപ്പൂവനെ അല്ലെങ്കിൽ ഈ ആടിനെ
റിഫായിൻ മൗലൂദ് നടത്തുക, അല്ലെങ്കിൽ റിഫായിൻ റാത്തീബ് നടത്തുക. ഇവിടെ നിന്ന് റിഫായിൻ റാത്തീബ് നടത്തിയത് അസർ നിസ്കാരത്തിന്റെ ശേഷം. നമുക്ക് മനസ്സിലാവാത്തതിന് നമ്മൾ കയറുന്നുകൊണ്ട് വിമർശിച്ചിട്ട് എന്താ ബഹുമാനികളെ കാര്യം? ഇവിടെ റിഫായിൻ റാത്തീബ് നടത്തിയത് അസറിന്റെ ശേഷം ചെല്ലിയത് ഇത് തന്നെയല്ലേ? യാ ഹൂ 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 ഹയ്യൻ. ഇപ്പൊ തന്നെ നിങ്ങൾ എന്നെ വിലയിരുത്തുന്നുണ്ട്. ഈ മുസ്ലിം ഇതെന്ത് കാണാതെ പെട്ടെന്ന് കിട്ടൂല. അതാ എനിക്കിങ്ങനെ കുറിച്ച് വെച്ച് പറയുന്ന പണിയൊന്നും ഇല്ലെങ്കിലും ഞാനിതിങ്ങനെ ആലോചിച്ച് ഇതിപ്പോ ഇത് ഇവരോട് പറയണമെങ്കിൽ ഇത് കുറിച്ച് വെക്കാണ്ട് കിട്ടൂല. കാരണം എല്ലാ ദിക്കറും ചിലപ്പോ ഓർമ്മ കിട്ടൂല. ഇല്ല ഇല്ല ഇത് 111 പറയണേ. പിള്ളേര് ചിരിച്ചോണ്ട് ഓടും. ഈ ഉസ്താദന്മാരും അവിടെ അവരൊക്കെ കൂടെ കൂടിയിരുന്നു കൊണ്ടിട്ട് അല്ല 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 കുറെ നേരമായി തുടങ്ങിയിട്ട് അല്ല അല്ല ഇല്ല ഇല്ല. നെഞ്ചിനൊരു വേദന. ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞു ECG എടുക്കണമെന്ന് പറഞ്ഞു. ഉടനെ റൂമിലേക്ക് കയറ്റി അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റി. ആളിങ്ങനെ മയങ്ങി പോവാണ്. അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റി ECG എടുത്തു. അല്ലെങ്കിൽ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു വിട്ടു ECG എടുത്തോണ്ട് വരാൻ. നിങ്ങൾ നല്ല നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ലാബിൽ ചെന്ന് ECG എടുത്തു. ECG എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ ദന്ത ഡോക്ടറാ ഈ കക്ഷിനെ കൊണ്ടുപോയി കാണിച്ചു. നമുക്കൊരു നെഞ്ചുവേദന 2 ദിവസം മുമ്പ് ഉണ്ടായി. അപ്പൊ ഡോക്ടർ ECG എടുക്കാം. അപ്പൊ ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എനിക്കിത് നോക്കിയിട്ടൊന്നും മനസ്സിലാവണില്ല. എന്നിട്ട് അതിനകത്ത് എന്തെന്നാ കാണണേ? ഇങ്ങനെ വര ഇങ്ങനെ വര ഇങ്ങനെ വര ഇങ്ങനെ കുറെ വരകളാണ്. ഇതെന്തൊട്ട് കിറുക്കാവുള്ള? ഇതിനകത്ത് വര മാത്രമാണല്ലോ കാണുള്ളൂ. അപ്പൊ ഇതെന്താന്ന് മനസ്സിലാവണില്ല. ദന്ത ഡോക്ടറെ കൊണ്ടേ കാണിച്ചു. അയാൾ എന്തായാലും ഡോക്ടറാണല്ലോ. അയാൾ പറഞ്ഞേ ഇതെനിക്ക് മനസ്സിലാവില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ഒരാളുണ്ട് ഇയാൾക്കടെ. അയാളെ കൊണ്ടേ കാണിച്ചു. അയാൾ പറഞ്ഞേ ഇത് എനിക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ ഡോക്ടർമാരാ. അത് കഴിഞ്ഞൊരു ആയുർവേദ ഡോക്ടർ ഉണ്ട്. അവിടുത്തെ പ്രിൻസിപ്പാളാണ് അയാൾ. ആയുർവേദ ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജില്. അയാളെ കൊണ്ടേ കാണിച്ചു. അയാൾ പറഞ്ഞേ ഇതെനിക്ക് മനസ്സിലാവില്ല. ഇവന്മാരൊക്കെ ഡോക്ടർമാരാ. അവസാനം ഇവരൊക്കെ പറഞ്ഞതെന്നറിയോ? നിങ്ങളിത് കൊണ്ടുപോയി ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കും. അയാളാണ് ഈ ഹാർട്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കണേ. അയാളെ കൊണ്ടേ കാണിച്ചു കഴിഞ്ഞപ്പോ ഇന്ന് എന്നെ ഇവിടെ അഡ്മിറ്റ് ആവണം. കാരണം എന്താ? ഇന്ന ഭാഗത്തൊക്കെ ബ്ലോക്ക് കാണുന്നുണ്ട്, ഇന്ന നിലക്കൊക്കെ കാണുന്നുണ്ട്. ഇതിനകത്ത് ചുമ്മാ ഈ വരകളേ ഉള്ളൂ. എന്തിയാടോ ബാക്കിയുള്ള ഡോക്ടർമാർക്ക് ഇത് മനസ്സിലാകാതിരുന്നത്? ഇവിടെ മുസ്ലിയാക്കന്മാരില്ലേ? ഇവിടെ എത്രയോ സംഘടനകളുണ്ട്. ഓരോ ബിദ്അത്തിന്റെ പാർട്ടികളില്ലേ? തറാവി 8 ഇരിക്കണോരില്ലേ? 20 ഇരിക്കണോരില്ലേ? 11 ഇരിക്കണോരില്ലേ? കുത്തുബ മലയാളത്തിൽ ഓതണോരില്ലേ? അറബിയിൽ ഓതണോരില്ലേ? ഇവരെല്ലാം ഈ ലാ ലാ അല്ല ഇല്ല 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 ഇത് റിവൈസ് ഏതാണ്ട് കള്ളു കുടിച്ചിട്ട് കിറുക്ക് പറഞ്ഞപ്പോ മൊയ്ലാമാരത് ഏറ്റെടുത്ത് പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലാടാ ഇതിന്റെ അർത്ഥവും ഇതിന്റെ ഉദ്ദേശവും. ബഹുമാനപ്പെട്ട റിഫാൻ ഷൈഖിനും ഓഷുല്ലാഹുവിനെ മനസ്സിലായത്. അവർ ഔലിയാക്കന്മാരുടെ ഖുത്ബാണ്, അവരുടെ സുൽത്താനാണ്, ഔലിയാക്കന്മാരുടെ രാജാവാണ് ബഹുമാനപ്പെട്ട റിഫാൻ ഷൈഖ് റളിയല്ലാഹു തആല അൻഹു. അവര് ലാ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ളത് ഉള്ളിലുള്ളതെല്ലാം അവരുടെ അകത്തുണ്ട്. പുറത്തേക്ക് നിങ്ങൾ കേൾക്കുന്നത് ലാ എന്നൊരു ശബ്ദമാണ്, അല്ലെങ്കിൽ ഒരു ഹു എന്നുള്ള ശബ്ദമാണ്. ആ ഹു ഹി ഹയ്യുൻ. നമുക്ക് നോക്കുമ്പോ ചുമ്മാ ഒച്ചപ്പാടാണ്. ഹാ ഹു ഹി ഹയ്യുൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി ഹാ ഹു ഹി. ഇത് പറഞ്ഞുകൊണ്ടിട്ട് അവരതിന്ന് പറയാണ്. പക്ഷെ ശബ്ദം പുറത്തേക്ക് വരുന്നത് ചെറിയ ഒരു ഹർഫ് മാത്രമാണ്. ബഹുമാനികളെ, നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ECG എടുത്തതായ ലിസ്റ്റ് കൊണ്ടുവന്ന് നമ്മൾക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ട് അതിനകത്ത് ഹഖീഖത്തില്ല എന്നുള്ള അത് അറിയുന്നവർ നോക്കുമ്പോൾ അതിന് മനസ്സിലാവും. അതാണ് അള്ളാന്റെ ആരിഫ്യങ്ങൾ നമ്മൾ കാണുന്നതല്ല. നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് നോക്കിയാൽ കാണാത്തത് അവരുടെ ആന്തരിക കണ്ണുകളെ കൊണ്ടിട്ട് അവർ നോക്കി കാണും.
ഓസമിന്റെ അടുത്തല്ലേ ചെന്നിട്ട് ഒരു കാക്ക ചെന്നിട്ട് കൊച്ചിന് ഇങ്ങനെ ഒരു വിഷമമുണ്ട് ബഹുമാനപ്പെട്ടവരെ. അപ്പൊ ഒരു കടലാസ് ഇങ്ങനെ അങ്ങോട്ട് എഴുതി കൊടുത്തു. കടലാസ് നമ്മളിതിനാടി പേനയും കടലാസും വെച്ചല്ല എഴുതിയത്. ഒരു കടലാസിൽ ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് വിരല് കൊണ്ടിട്ട് ഇങ്ങനെ വരച്ചിട്ട് കൊണ്ടുപോയി ഇത് കൊച്ചിന്റെ അരയെ കൊണ്ടേ കെട്ട്, അല്ലെ കയ്യെ കൊണ്ടേ കെട്ടെന്ന് പറഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ വരികയാണ് അതേ കടലാസുമായിട്ട്. കൊച്ചിനിപ്പോൾ വേറൊരു വിഷമമുണ്ട് ബഹുമാനപ്പെട്ടവരെ, എനിക്ക് ഒന്നും കൂടെ മന്ത്രിച്ചു തന്നോ എന്ന് പറഞ്ഞ് ഒന്നും കൂടെ എഴുതി തന്നോ എന്ന് പേപ്പർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ ഇതെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ കൊണ്ടേ കെട്ടിക്കോ. കാക്ക നോക്കിയപ്പോ ഒരു എഴുത്തും അതേലില്ല. വിരല് കൊണ്ടിട്ട് എഴുതിയ. ബഹുമാനികളെ, ഇതിന്റെയൊക്കെ പേരാണ് കറാമത്ത്. ഇതൊന്നും നമ്മൾ നോക്കിയാൽ കാണൂല, നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണണില്ല. ഏത് കണ്ണാടി വെച്ചിട്ടും ഈ കടലാസിൽ എഴുത്ത് കാണുന്നില്ല. തൂവലുകളില്ലാത്ത ചിറകുകളെ കൊണ്ട് അവർ അള്ളാഹു ഉദ്ദേശിച്ചതായ ഭാഗത്തേക്ക് പറന്നെത്തുന്നു, അവന്റെ സമക്ഷത്തിലേക്ക് പറന്നെത്തുന്നു എന്ന് പറഞ്ഞാൽ റിഫായി ശൈഖിനെ ഇവിടെ കണ്ടവർ ബഗ്ദാദിൽ ചെല്ലുമ്പോ അവിടെ കാണും. ഇത് തന്നെ. അവർക്ക് പ്ലെയിനും ഉണ്ടായില്ല, ജെറ്റും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അവർക്ക് അല്ലാഹു തആല തൂവലുകളില്ലാത്ത ചെറു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഇസ്മുകൾ ചൊല്ലിക്കൊണ്ടിട്ടാണ് അവർ രക്ഷപ്പെട്ടത്. ഇത് നബി തങ്ങളെ നിർദ്ദേശിച്ചതാണ്, പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ചതാണ്. നിങ്ങൾ അസ്മാഉൽ ഹുസ്ന പതിവാക്ക്. 10 ഇസ്മ ചൊല്ലിക്കൊണ്ടിട്ട് ദുആർക്കുന്ന ആളെ മലക്കുകളെക്കാളും മുകളിലേക്ക് ഉയർത്തിയതായിട്ട് ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം. ആ മലക്കുകൾ പറഞ്ഞു, പടച്ചവനെ, ഞങ്ങൾ നിനക്ക് വേണ്ടി ഇബാദത്തെടുക്കുന്നവർ ഒരു പടപ്പില്ലല്ലോ. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് മറുപടി ഇതാൽ ഇന്ന ഭാഗത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾ മലക്കുകളെക്കാൾ ആ മനുഷ്യൻ മഹത്വമുള്ളവനാണ്. അദ്ദേഹത്തിനൊന്ന് കാണാൻ ഞങ്ങളെ അനുവദിക്കുമോ റബ്ബേ? മനുഷ്യകോലം കെട്ടിക്കൊണ്ടിട്ട് ഈ മലക്കുകൾക്ക് പോകാനുള്ള അനുമതി. മനുഷ്യരൂപത്തിൽ ഈ മനുഷ്യന്റെ അടുക്കൽ ഈ മലക്കുകൾ ചെന്നപ്പോ ഇദ്ദേഹത്തിന് വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. സാധാരണ ചെയ്യുന്ന ഇബാദത്തെ ഇയാൾ ചെയ്യുന്നുള്ളൂ. അടുത്തു കൂട്ടിയിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഇബാദത്തിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസവും ഇല്ല, ഞാൻ സാധാരണ എല്ലാ മനുഷ്യരും ചെയ്യുന്ന പോലെ ചെയ്യുന്നു. പിന്നെ ഞാൻ സാധാരണ ദുആരക്കുമ്പോൾ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും ദുആരക്കുമ്പോൾ അല്ലാഹുവിന്റെ 10 ഇസ്മ പറഞ്ഞിട്ടാണ് ഞാൻ ദുആരക്കുക. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ. ഇങ്ങനെ 10 ഇസ്മ പറഞ്ഞതിന്റെ ശേഷമാണ് റബ്ബിനോട് ഞാൻ ദുആ ചെയ്യുക. അല്ലാതെ ഒരു വ്യത്യാസമില്ല. 10 ഇസ്മ പതിവാക്കിയതായ ആളെ അല്ലാഹു തആല മലക്കുകളെക്കാൾ ഉയരത്തിലേക്ക് ഉയർത്തിയെങ്കിൽ ബഹുമാനികളെ, പടച്ചതമ്പരനാണ്ട് ഇസ്മ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മഹത്വത്തിലേക്ക്, അതാണ് അവർ പതിവാക്കിയത്. ആ പതിവാക്കിയതാണ് നമ്മളെടുത്ത് ഇവിടെ ഒരു ബർക്കത്തിന് വേണ്ടി നമ്മൾ ചൊല്ലുക. അത് ചെല്ലണ്ട മാതിരി ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ ഫലം നമുക്ക് ഇന്നും കിട്ടും. പക്ഷേ നമ്മുടെ റൂട്ട് മാറി. വീട്ടില് പാമ്പ് കയറി, ആടിനെ നേർച്ചയാക്കി, റിഫായി ശൈഖിന്റെ പേരിൽ റാത്തീബ് നടത്തിയേക്കാം, നേർച്ചയാക്കി, പാമ്പിന്റെ ശല്യമൊക്കെ പോയി. അങ്ങനെ കാര്യപ്പെട്ടൊരു വിരുന്നുകാർ വന്നുണ്ട്. ആടാണെങ്കിൽ ഇവിടെ ഒരു കിടക്കപ്പുറത്തി ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആടുമായിട്ടുണ്ട്. അങ്ങനെ എല്ലാരും കൂടെ ഒക്കെ തീരുമാനിച്ചു, എന്നാ ഇന്ന് ആടിനെ ഇറക്കാം. ആദ്യം തന്നെ കരലെടുത്ത് കാക്ക അകത്ത് ഫ്രിഡ്ജിനകത്ത് കയറ്റി. കാരണം കരൽ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കണ്ട. അതുപോലെ തന്നെ ഏറ്റവും നല്ല കൈക്കുറവ് ഓർന്നെടുത്തിട്ട് അതും പീസാക്കിക്കൊണ്ട് അതും ഫ്രിഡ്ജിന്റെ മറ്റൊരു കള്ളി കയറ്റി. ബഹുമാനികളെ, എന്നിട്ട് കറി ഉണ്ടാക്കിയിട്ട് അവരെല്ലാം ഏറ്റവും കൂടുതൽ കഴിച്ചു, വിരുന്നുകാർക്കും കൊടുത്തു. കിടന്നുറങ്ങി. ഉറങ്ങിയപ്പോ താത്താക്ക് ഏതാണ്ട് മേത്തോടെ ഏതാണ്ട് ഇങ്ങനെ നീങ്ങണത് പോലെ തോന്നി. കൈ കൊണ്ട് തട്ടിയപ്പോ കയ്യിലേക്ക് കയറി ചിറ്റി ചാടി അടിച്ചു. പാമ്പേ പാമ്പേ എന്നും പറഞ്ഞു. റാത്തീവ് നടന്നിട്ടേ ഉള്ളൂ. റാത്തീവ് നടന്ന് അന്ന് തന്നെ പാമ്പ് കയറി. പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാക്ക നെഞ്ചത്ത് കൈയ്യട്ടണവന്മാരുടെ കൂടെ കൂട്ടിട്ട് വന്നു. റിഫായി ശൈഖ് എന്ന് പറഞ്ഞ പാമ്പാട്ടിയ ഒരു കാര്യമില്ല, ഞാൻ ഇന്നലെ ആടിനർത്താൻ വെറുതെ അടങ്ങാറാക്കി, ഇന്നലെ പാമ്പിന്റെ ഒരെണ്ണം തല്ലിക്കൊന്നു. എവിടെയാണോ പിഴച്ചത് പറ, എവിടെയാ തെറ്റിയത്? റിഫായി ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹു തആല തന്റെ ഇണയെ കൊണ്ട് ശക്തമായി പരീക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ തന്റെ ഒരു ശിഷ്യൻ കയറി ചെല്ലുമ്പോൾ ചട്ടകം കൊണ്ടിട്ട് മഹാനായ ശൈഖ് അവറുകളെ അടിക്കുകയാണ് ഈ ഭാര്യ. സ്വന്തം ഭാര്യയുടെ പീഡനങ്ങളും ദുരിതങ്ങളും. ഖുറശി എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം മക്കയിൽ ജീവിച്ച ആളാണ്. അദ്ദേഹം ഇതുപോലെ പെണ്ണുമ്പിള്ളയുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ടായപ്പോ, ഇവിടെ നിങ്ങൾ കേട്ടോ, ഇത് ആണുങ്ങളൊക്കെ കേൾക്കണത്. ഇന്നത്തെ കാലഘട്ടം മഹാമോശ. ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്നെ ഒരു ആലിമ വിളിക്കുകയാണ്, ഒരു ഉസ്താദ് വിളിക്കുകയാണ്.
അപ്പൊ കാട്ടാമ്പള്ളി ഉസ്താദ് എന്നോട് ചോദിച്ചു, ആരാ മുസ്ലിയാരെ വിളിച്ചത്? അത് ഇന്ന ആളാ ഉസ്താദ്. അപ്പൊ ഉസ്താദിന് മനസ്സിലായില്ല ഞാൻ പറഞ്ഞ ആളെ. എന്താ അപ്പൊ മൂപ്പർക്ക് എന്താ വിഷയം? മൂപ്പലായിട്ടിട്ട് പെണ്ണുമുള്ള പോയി. എന്നിട്ട് തലാക്ക് എല്ലിക്കൊള്ളാൻ അവള് തന്നെ ആവശ്യപ്പെട്ടു. മൂപ്പര് ഗത്യന്തരം ഇല്ലാതെ, കാരണം കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ ആയപ്പോ ഗത്യന്തരം ഇല്ലാതെ മൂപ്പര് തലാക്കും ഒക്കെ ചെല്ലി. അപ്പൊ മൂപ്പർക്ക് ഇനി ഒരു പാവപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നുണ്ട്. അതിനു വേണ്ടി ദ്വാരക്കാടാ എന്നോട് പറഞ്ഞു. അല്ലാണ്ട് ഞാൻ ബ്രോക്കർ ആയതുകൊണ്ട് പറഞ്ഞല്ല, എന്നോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ കാട്ടാമ്പള്ളി ഉസ്താദ് പറയാ, ഇപ്പൊ ഈ ആണുങ്ങളെ ഇട്ടോണ്ട് പെണ്ണുങ്ങൾ പോക്ക് കൂടുതലാവും ആവശ്യക്കാര്. വലിയ ഇടകേറിലേക്കാ കാര്യങ്ങൾ പോടുന്നുണ്ടോ? അതുകൊണ്ടിട്ടാണ് ഈ ആഖിർ സമാൻ എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറയാൻ കാരണം. ഇവിടത്തെ ഈ പാവങ്ങളെ പറ്റിയല്ല പറയുന്നത്. ഇതുങ്ങള് ഈ പറയപ്പെട്ട രീതിയിൽ കെട്ടിയോനെ ചട്ടവും വെച്ചടിക്കണമെങ്കിൽ ഈ പള്ളിപ്പറമ്പിലൊന്നും ഇരിക്കൂല. ഇവിടെ വന്ന് ഇരുന്നപ്പോ തന്നെ മനസ്സിലായില്ലേ ഇതുങ്ങൾ മര്യാദക്കാരും പാവങ്ങളും. കാരണം അവർക്കൊന്നും ഇതിനോടൊന്നും താല്പര്യമുള്ളവരല്ല ഈ പറയണേ. അങ്ങനെയുള്ളവരൊന്നും ഈ മജ്‌ലിസിലും വരില്ല. അപ്പൊ ഇപ്പൊ അത് കൂടിക്കൊണ്ടിരിക്കുക. നബി തങ്ങളുടെ വാക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കി. ഭാര്യയെ അനുസരിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാകുക ലോകാവസാനത്തിന്റെ എന്ന് പറഞ്ഞാൽ ഭാര്യയാണ് ഭരിക്കുന്നത്. ഇത് ഇവിടെ നമ്മുടെ ഈ ഭാരതത്തിന്റെ ഭാഷയാണ് കേട്ടോ ഞാനീ പറഞ്ഞത്, നമ്മുടെ ഭാഷയല്ല. നമ്മുടെ ഭാഷ ഖലഖനാകും അസ്വാജാ. നിങ്ങളൊരാളെ അല്ലാഹു തആല ഭർത്താവാക്കിയല്ല, നിങ്ങളൊരാളെ ഭാര്യയാക്കിയല്ല കുടുംബ ബന്ധം ചേർത്തത്, ദാമ്പത്യത്തിലേക്ക് നിങ്ങളെ ചേർത്തത്. ഖലഖനാകും അസ്വാജാ. മരത്തിന്റെ ചില്ലയിൽ രണ്ട് കിളികൾ ഇരിക്കുകയാണ്. നമ്മൾ കണ്ടാൽ എന്ത് പറയും? കൂട്ടുകാരനെ വിളിച്ചിട്ട് ദേ ഹബീബേ രണ്ട് ഇണക്കുഴികൾ ഇരിക്കുന്നത് കണ്ടോ? ഈ ഭാഷയാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഭർത്താവ് എന്ന ഭാഷ ഇസ്ലാമിലില്ല, ഭാര്യ എന്ന് പറയുന്ന ഭാഷ ഇസ്ലാമിലില്ല. പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞു പോകണമെന്ന് മാത്രം. അപ്പൊ ഭാര്യ എന്ന് പറയുന്ന പെണ്ണാകുന്ന ഇണ ആണാകുന്ന ഇണയെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ഭർത്താക്കന്മാരെ ഇട്ടുകൊണ്ട് ഭാര്യമാര് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഖുറശി എന്ന് പറയുന്ന ആ മനുഷ്യൻ ഭാര്യ ഉപദ്രവിച്ചിട്ട് സഹിക്കാൻ പറ്റാണ്ടായപ്പോ ഞാൻ ഇനി ഇവിടെ താമസിക്കണില്ല എന്നും പറഞ്ഞു വനാന്തരത്തിലേക്ക് കയറാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ വനാന്തരത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ വേറെ ഒരു രണ്ടാളുകൾ ഇങ്ങനെ വരികയാണ്. അവരുടെ ആട്ടുംകൂട്ടം തെന്നിപ്പോയി അതിനെ അന്വേഷിച്ച് വരികയാണ്. അപ്പൊ ഇവര് സലാം ചൊല്ലി, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞാൻ അങ്ങനെ എങ്ങോട്ടൊന്നുമില്ല, ഈ വനത്തിന്റെ ഉള്ളിലേക്ക് കയറി. എല്ലാം ഒക്കെ നമ്മള് കൂട്ടുകാരാണല്ലോ, എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഞങ്ങളുടെ ആടിനെ കാണാതെ ഞങ്ങൾ ആടിനെ അന്വേഷിച്ച് വരികയാണ്. ഓ എന്നാ ഞാനും കൂടാം. നിങ്ങളുടെ ആടിനെ കണ്ടെത്തിൽ ഒരു ഗുണമുള്ള കാര്യമാണല്ലോ. കുറെ ചെന്ന് കഴിഞ്ഞപ്പോ വിശപ്പായി. അപ്പൊ നിങ്ങൾ ദ്വാരക്ക് ഈ അവസാനം കൂടെ ആളോട് രണ്ടുപേരും നിങ്ങൾ ദ്വാരക്ക് അല്ല, നിങ്ങളിൽ ഒരാൾ ദ്വാരക്ക്. അപ്പൊ അവരൊരാള് ദുആ ചെയ്തു, പടച്ചവനെ ഞങ്ങൾക്ക് ഭക്ഷണമില്ല, അല്ലാഹുവേ ഞങ്ങളുടെ വിശപ്പടക്കാനുള്ള ഭക്ഷണം അല്ലാഹ് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റബ്ബേ. അങ്ങനെ സ്വല്പം നീക്ക നല്ല ഒരു പഴം. ഇവർക്ക് മൂന്നാക്കും കൃത്യത്തിന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. കഴിച്ചു വീണ്ടും യാത്ര മുന്നോട്ട്. കുറെ ദൂരം ചെന്നപ്പോ വീണ്ടും വിശപ്പായി. അപ്പൊ പറഞ്ഞു ദ്വാരക്ക്. അപ്പൊ അവരിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങളിൽ ഒരാൾ ദ്വാരുന്നല്ലോ, ഇനി നിങ്ങൾ ദ്വാരക്ക് അല്ല, നിങ്ങൾ ദ്വാരക്ക്. രണ്ടാമത്തെ ആളും ദുആ ചെയ്തു, പടച്ചവനെ ഞങ്ങൾക്ക് ഭക്ഷണം തരണേ റബ്ബേ, ഞങ്ങൾ ഈ വനാന്തരത്തിൽ അകപ്പെട്ടു പോയി പടച്ചവനെ. അതുപോലെ തന്നെ കുറെ ദൂരം സഞ്ചരിച്ചപ്പോ മൂന്നാൾക്കും വിശപ്പടക്കാൻ ആവശ്യത്തിനുള്ളതായ ഒരു പഴം അല്ലാഹു തആല കാണിച്ചു. പഴം തിന്നു വിശപ്പ് മാറി. വീണ്ടും നടന്നു. അപ്പൊ രണ്ടുപേരുടെ ഊഴം കഴിഞ്ഞു. മൂന്നാമത്തെ ഊഴം എത്തിയപ്പോ ഈ രണ്ടുപേരും പറഞ്ഞു, ഇനി നിങ്ങൾ ദ്വാരക്ക്, ഞങ്ങൾ രണ്ടാളും ദ്വാരുന്നാണ്. ഇദ്ദേഹം ദുആ ചെയ്യാൻ നേരത്ത് ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ രണ്ടാളും എന്ത് പറഞ്ഞാ ദുആ ചെയ്തത്? ഞങ്ങൾ രണ്ടാളും ദുആ ചെയ്തത് പടച്ചവനെ മക്കയിൽ ഖുറശി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ അല്ലാഹ്, ആ മനുഷ്യൻ ഭാര്യയുടെ ക്രൂരമാകുന്ന പീഡനം സഹിച്ച് ഭാര്യയോടൊപ്പം ജീവിക്കുന്ന ആളാണല്ലോ റബ്ബേ. ആ മനുഷ്യൻ ക്ഷമിക്കുന്നതും സഹിക്കുന്നതും റസൂലുള്ളാഹിന്റെ പൊരുത്തത്തിനാണല്ലോ റബ്ബേ. റസൂലുള്ളാഹിന്റെ പൊരുത്തത്തിൽ കൂടി ആ മനുഷ്യൻ ലക്ഷ്യം വെക്കുന്നത് അല്ലാഹ് നിന്റെ തൃപ്തിയാണല്ലോ റബ്ബേ. ആ മനുഷ്യന്റെ ബർക്കത്തുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം താട്ട തമ്പുരാനെ. ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ടാളും ദുആ ചെയ്തത്. ഖുറശി എന്ന് പറയുന്ന ഭാര്യ പീഡനം അനുഭവിക്കുന്ന ഭർത്താവിന്റെ ബർക്കത്തുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം താട്ടെ ഞങ്ങൾ ദുആ ചെയ്തത് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇനി ദുആ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങളുമായിട്ട് പിരിയാണ്. കാരണം എന്താ? അദ്ദേഹം അവിടെ എടുത്ത് തീരുമാനം എടുത്തു, ഞാൻ എന്റെ ഭാര്യയുടെ അടികൊള്ളാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വനാന്തരത്തിൽ കിടക്കലല്ല എനിക്ക് പദവി. ഭാര്യയുടെ ഉപദ്രവം സഹിക്കുന്നതിന്റെ പേരിൽ ഭർത്താവ് ഉയരുക. നിങ്ങൾ മനസ്സിലാക്കിക്കോ.
നിങ്ങൾ മനസ്സിലാക്കിക്കോ, കരാട്ട പഠിച്ചത് ടെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊന്നും അല്ല പെണ്ണുമ്പുള്ള. ഈ റിഫായി ഷേഖിനെ സ്മരിക്കുമ്പോ റിഫായി ഷേഖ് ആരാന്നും കൂടെ അറിയണ്ട. ചുമ്മാ റാത്തി കഴിച്ചിട്ട് അടർച്ചയും ചോറും നിന്നാ മതിയോ? റിഫായി ഷേഖിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോ റിഫായി ഷേഖിനെ പോലെ ആകാൻ നമ്മളിവിടെ തീരുമാനം എടുക്കണം. ആ കൂടെയല്ലേ നമുക്ക് കൂടാനുള്ളത്.